ഉൾക്കാഴ്ചയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ ഇതിനോടകം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുവാൻ ഉൾക്കാഴ്ച മീഡിയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് സംഗീത പ്രോഗ്രാമുകൾ, ചർച്ച ചെയ്യപ്പെടുന്ന വാർത്താ പ്രാധാന്യമുള്ള ക്രൈസ്തവതര പ്രോഗ്രാമുകളൊക്കെ തന്നെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ ഉൾക്കാഴ്ച മീഡിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് വളരെ പ്രത്യേകം നിറഞ്ഞ ഒരു സെഗ്മെൻറ്റ്, ഒരു പ്രത്യേക ഗായകനെക്കുറിച്ച്, ഒരു പ്രത്യേക സംഗീതത്തിനെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രാമാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ യാക്കൂബ്, എന്നോടൊപ്പം കീബോർഡിൽ പ്രിയ ജിസൺ. മലയാള ക്രൈസ്തവ സംഗീത രംഗത്ത് ആധുനിക സംഗീതത്തിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സംഗീതത്തിനെക്കുറിച്ചാണ് ഇവിടെ ഇന്ന് അദ്ദേഹത്തിനെക്കുറിച്ചുള്ള ചില വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ കുറച്ച് പാട്ടുകളെ പരിചയപ്പെടുത്തലല്ല, അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊന്നും പരിചയപ്പെടുത്തണ്ട, നമ്മുടെ ഓർമ്മകളിലൊക്കെയുള്ള ചില പാട്ടുകളെക്കുറിച്ചൊക്കെ ഇന്ന് പറയാനും അതൊക്കെ ഒരിക്കൽ കൂടെ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം ഉൾക്കാഴ്ച നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, പലപ്പോഴും പല ടൈറ്റിലുകൾ വന്നിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാം, ഈ അടുത്തിടയിൽ ഞങ്ങൾ തന്നെ പാടിയ ഒരു ടൈറ്റിലാണ് മോശവത്സലം മുതൽ ഭക്തവത്സലം വരെ എന്നൊക്കെ. അപ്പം ഇങ്ങനെ ഒരു കാലഘട്ടം നമുക്കിടയിലുണ്ടല്ലോ. ആ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഓർമ്മിക്കാതെ പോകുന്ന ഒരു പേരും കൂടെയാണ് ഞാനീ പറയാൻ പോകുന്നത്. അധികം വിശേഷണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഇപ്പോഴും വളരെ സജീവമായി ക്രൈസ്തവ സംഗീത രംഗത്തുള്ള ഒരുപാട് അനവധി ഹിറ്റ് പാട്ടുകൾ, നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പാടി ആശ്വസിക്കുന്ന പാട്ടുകൾ, നമ്മുടെ പൊതുയോഗങ്ങളിൽ നമ്മൾ പാടുന്ന പാട്ടുകൾ, നമ്മുടെ മത്സരങ്ങളിൽ നമ്മുടെ മത്സരാർത്ഥികൾ പാടുന്ന പാട്ടുകൾ, നമ്മുടെ സംഗീത പ്രോഗ്രാമുകളിൽ പാടുന്ന പാട്ടുകൾ, അങ്ങനെ പല പാട്ടുകളും നമുക്ക് തന്നിട്ടുള്ള മലയാള ക്രൈസ്തവ സംഗീതത്തിലെ ഏറ്റവും വളരെ പ്രമുഖനായിട്ടുള്ള സംഗീതജ്ഞൻ പ്രിയപ്പെട്ട വിൽസൺ ചേന്നനാട്, അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ചില പാട്ടുകളെക്കുറിച്ചാണ് ഇന്ന് ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ 1981 അദ്ദേഹത്തിൻ്റെ പാട്ടെഴുത്ത് ജീവിതം അദ്ദേഹം ആരംഭിക്കുന്നത്. അദ്ദേഹം ചെങ്ങന്നൂർ സ്വദേശിയാണ്, നമുക്കെല്ലാം അറിയാം. ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകൾ അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പോപ്പുലറായ, അല്ലെങ്കിൽ വിൽസൺ ചേന്നനാട് എന്നുള്ള പേര് ആളുകൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയ, അങ്ങനെ ഒരു പേര് ആളുകളിലേക്ക് സിഗ്നേച്ചറായി എത്തിയ പാട്ടാണ് നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണത്. എനിക്ക് തോന്നുന്നത് ആ പാട്ടൊന്നും പാടാത്ത ഒരു പാട്ടുകാരനും, അല്ലെങ്കിൽ ആ പാട്ടിന് ഓർക്കസ്ട്ര കീബോർഡ് വായിക്കാത്ത, അല്ലെങ്കിൽ ഓർക്കസ്ട്ര ചെയ്യാത്ത ഒരു ആർട്ടിസ്റ്റും കേരളത്തിലുണ്ടാവില്ല. അത്രയും വളരെ മനോഹരമായിട്ടുള്ള, ഇപ്പോഴും നമ്മുടെയൊക്കെ പ്രത്യേക ഒക്കേഷനുകളിൽ നമ്മൾ പാടുന്ന വളരെ മനോഹരമായിട്ടൊരു പാട്ടാണ് നിന്ദാനം ഞാൻ അനുഭവിച്ചു. ആ പാട്ടിലൂടെ തന്നെ നമുക്കും ഈ സെഗ്മെൻ്റ് ആരംഭിക്കാം. അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ് നിന്ദാനം ഞാൻ അനുഭവിച്ചു. ആ പാട്ടിന് 2 വരി പാടാം. വളരെ സ്നേഹത്തോടു കൂടി ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും ഹൃദയം പറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, നന്ദി കൊണ്ടൻ മനം പാടിയിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടെൻ മനം പാടിയിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ,
നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. എത്ര മനോഹരമാണ് ഈ പാട്ട്. ഈ പാട്ടിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ച് വരുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏത് സാധാരണക്കാർക്കും വളരെ പെട്ടെന്ന് ബൈഹാർട്ട് ചെയ്യാവുന്ന ലിറിക്സുകളാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ ഒരു 95% പാട്ടുകളും എഴുതിയിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാവുന്ന വളരെ നോർമലായിട്ടുള്ള വരികളാണ് അദ്ദേഹത്തിൻ്റേത്. ഇപ്പം നമ്മൾ സവിൻ സാറിൻ്റെ പാട്ടുകളോ അല്ലെങ്കിൽ ഒറ്റപ്പലയുടെ പാട്ടുകളോ ഒക്കെ നമുക്കൊന്ന് പാടണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അത് മെമ്മറൈസ് ചെയ്ത് വെക്കണം, നമ്മുടെ ഹാർട്ടിൽ തന്നെ വെക്കണം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമുക്ക് വളരെ പെട്ടെന്ന് ഓർത്തെടുക്കാവുന്ന സിമ്പിളായിട്ടുള്ള വരികളാണ് അദ്ദേഹത്തിൻ്റെ വരികൾ. വിൽസൺ കോറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗീത കൂട്ടായ്മ എനിക്കൊന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ തന്നെ, ഇന്ത്യയുടെ പുറത്തുമൊക്കെ തന്നെ ഒരുപാട് പ്രോഗ്രാമുകൾ, സ്റ്റേജ് ഷോകൾ ചെയ്തിട്ടുള്ള ഒരു ടീമാണ്. കേരളത്തിലെ വളരെ പ്രമുഖരായിട്ടുള്ള പല ആർട്ടിസ്റ്റുകളും അതിൽ പങ്കെടുത്ത് അതിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളുടെ അനുഭവങ്ങൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പം വിൽസൺ കോറസ് എന്ന് പറയുന്നൊരു സംഗീത കൂട്ടായ്മയും കൂടെ ഈ കൂട്ടത്തിൽ അദ്ദേഹത്തിന് സജീവമായിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലേക്ക് ഇങ്ങനെ പോകുമ്പം ഈ വിൽസൺ കോറസിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള, ഇവിടെ 1-2 സഹോദരങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിന് ഏറ്റവും പ്രചാരം നേടിയ ഒരു പാട്ടാണ് നല്ലൊരു ദേശം, എത്ര സുന്ദര ദേശം, നമുക്കേശുരുക്കും ഒരു ശാശ്വത ഭവനം. എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് ഈ പാട്ടിൻ്റെ വരികൾ പാടാത്തവരായിട്ടുള്ള ആളുകൾ വളരെ ചുരുക്കമാണ്. ഈ പാട്ടൊന്ന് എല്ലാവരും പാടി നടന്നിട്ടുള്ള, ഇപ്പോഴും വളരെ പോപ്പുലറായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണിത്. വിൽസൺ കോറസ് എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു പാട്ടാണിത്. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള വരികൾ കൊണ്ട് പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഒരുപാട് പാട്ടുകളെ വളരെ പെട്ടെന്ന് എത്തിച്ച ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് അദ്ദേഹം. അവിടെ നാം പാർക്കും നിത്യമായ വാസം, അവിടെ നാം കേൾക്കും ഹല്ലേലൂയ ഗീതം. നല്ലൊരു ദേശം, എത്ര സുന്ദര ദേശം, നമുക്കേശുരുക്കും ഒരു ശാശ്വത ഭവനം. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഒരു 300-ലധികം പാട്ടുകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട്. അദ്ദേഹം എഴുതിയതും അദ്ദേഹം പുറത്തിറക്കിയതും അദ്ദേഹം കമ്പോസ് ചെയ്തതും ആയിട്ടുള്ള 300ഓളം പാട്ടുകൾ നമുക്ക് അദ്ദേഹം തന്നിട്ടുണ്ട്. പക്ഷേ അതിൽ വളരെ പോപ്പുലറായിട്ടുള്ള വളരെ കുറച്ച് പാട്ടുകളിലൂടെ മാത്രമാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. വളരെ പോപ്പുലറായിട്ടുള്ള കുറച്ച് പാട്ടുകൾ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ മെലോഡീസ് ആയിട്ടുള്ള വളരെ നല്ലൊരു മെലഡി, പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം ദൈവത്തിന് സ്തോത്രം, വളരെ നല്ലൊരു മെലഡിയാണത്. അദ്ദേഹം ചെയ്തു വരുന്ന പതിവ് ജോണറിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മ്യൂസിക്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ വെറൈറ്റി ഓഫ് മ്യൂസിക് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പാട്ടാണ് പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം എന്നുള്ള പാട്ട്. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കരകയറ്റി, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കരകയറ്റി, ക്രിസ്തു എന്ന പാറമേൽ നിർത്തിയതോ ദൈവകൃപയാൽ, ദൈവകൃപയാൽ. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിനു സ്തോത്രം, എൻ്റെ ദൈവത്തിനു സ്തോത്രം. ഇത് അദ്ദേഹത്തിൻ്റെ സ്ഥിരം ശൈലിയിൽ നിന്ന് വളരെ വ്യത്യസ്തപ്പെട്ട അദ്ദേഹം നമ്മളെ കേൾപ്പിച്ച മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം എന്നുള്ള പാട്ട്. പിന്നെ അങ്ങോട്ട് നമുക്ക് ഒരു കാലത്ത് 2010 എത്തുമ്പം കൺവെൻഷൻ വേദികളെയൊക്കെ
പ്രകമ്പനം കൊള്ളിച്ച ഒരു വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ വരികയായിരുന്നു. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടിയിട്ടുള്ള ഗായകരെക്കുറിച്ചും കൂടെ ഈ സമയത്ത് ഓർക്കാതിരിക്കാൻ പറ്റില്ല. കെസ്റ്റർ എന്ന കേരളത്തിൻ്റെ ക്രൈസ്തവ പാട്ടുകളുടെ ഏറ്റവും പ്രിയങ്കരനായ ഗായകൻ കെസ്റ്റർ, മാർക്കോസ്, KG മാർക്കോസ്, KS ചിത്ര, സുജാത, ജോത്സന, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ സീനിയറായിട്ടുള്ള ഒരുപാട് MG ശ്രീകുമാർ അടക്കമുള്ള വളരെ സീനിയറായിട്ടുള്ള മലയാളത്തിൻ്റെ ഗായകർ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇഷ്ടംപോലെ പാടിയിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഭാവനയായി ഒരുപാട് ഗായകരെ നമുക്ക് കേരളത്തിൽ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻപേ സൂചിപ്പിച്ച പോലെ വിൽസൺ കോറസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സംഗീത കൂട്ടായ്മയിലൂടെ ഒരുപാട് ആളുകളെ നമുക്ക്, ഒരുപാട് ഗായകരെ, ഒരുപാട് ഓർക്കസ്ട്ര കൈകാര്യം ചെയ്ത ആളുകളെ, പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് തരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന സംഗീതത്തിൽ വളരെ ഗുരുസ്ഥാനീയനായി അദ്ദേഹത്തെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതും വളരെ വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു വന്ന പോലെ പിന്നെ കൺവെൻഷൻ വേദികളെയൊക്കെ പ്രകമ്പനം കൊള്ളിച്ച വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടിൻ്റെ പിറവിയായിരുന്നു ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിട്ടുള്ളത്. കെസ്റ്റർ പാടിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഗാനം. ഈ പാട്ടും ഏറ്റുപാടാത്ത ഒരു മലയാളിയും, ഒരു ക്രൈസ്തവ മലയാളിയും ഉണ്ടാവില്ല. സഭാവ്യത്യാസം ഇനി എല്ലാവരും ഏറ്റെടുത്ത കുറച്ചേറെ പാട്ടുകളുടെ വരവായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. ആ പാട്ടിൽ ഏറ്റവും പ്രചാരം നേടിയിട്ടുള്ള പാട്ടുകളൊന്നാണ് പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പാക്കളെ പോലെ നാം പറന്നുയരും. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഈ പാട്ട് വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ്. കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വളരെ പ്രത്യാശ നിറയുന്ന ഒരു പാട്ടാണത്. ഇപ്പം ഈ സമീപകാലത്ത് എനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ കരിയറുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷം തരുന്ന ഒരു വാർത്ത നമ്മൾ ഈ ദിവസത്തിൽ കാണാനിടയായി. മാരാമൺ കൺവെൻഷൻ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ അവസാനിച്ചുള്ളൂ. കൺവെൻഷൻ്റെ അവസാനത്തെ ദിവസം. കഴിഞ്ഞ 25 വർഷമായി ഈ പാട്ട് പ്രചാരത്തിൽ വന്നിട്ട് ഏകദേശം 20 വർഷത്തിലധികമായി. അപ്പം പ്രചാരത്തിൽ വന്ന സമയം മുതൽ വളരെ സജീവമായി അവിടെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട്. ഈ വർഷവും അവരുടെ പ്രത്യേക ഒരു സെഗ്മെൻറ്റിൽ, അവസാനത്തെ സെഗ്മെൻറ്റിൽ ജനങ്ങളെല്ലാം കൈയടിച്ച് ചേർന്ന് പാടിയ ഒരു പാട്ട്. ആ പാട്ടും വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. ഏതൊരു ക്രൈസ്തവ സംഗീതജ്ഞനും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത്രമേൽ ആദരിക്കപ്പെടുന്ന ഒരു മഹാസംഭവത്തിന് സാക്ഷിയായ ഒരു കൺവെൻഷൻ കൂടിയായിരുന്നു ഈ കഴിഞ്ഞ മാരാമൺ കൺവെൻഷൻ. എനിക്ക് തോന്നുന്നത് വിൽസൺ ചേതനാട് സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള എല്ലാ ആദരവുകളെക്കാളും ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു ആദരവും ഈ മാരാമൺ കൺവെൻഷൻ സംഭവിച്ച ഒരു പാട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായി നമ്മളെല്ലാവരും പാടുന്ന ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം എന്നുള്ള ഗാനം ആ മഹാ കൺവെൻഷനിൽ 100ഓളം ആളുകൾ അടുത്തു വരുന്ന ആ സ്ക്വയർ ഏറ്റുപാടിയപ്പോൾ ഒരുപോലെ വിൽസൺ ചേതനാടിൻ്റെ പാട്ടുകളെ സ്നേഹിക്കുന്ന ആളുകൾക്കും അത് വളരെ അഭിമാനത്തിൻ്റെ സമയമായി തീർന്നു. നമ്മളെല്ലാവരും ഏതൊരു പ്രാർത്ഥനയിലും, അല്ലെങ്കിൽ ഒരു ഉപവാസ പ്രാർത്ഥനയിലോ, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിലോ, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സാക്ഷ്യം പറയാനൊക്കെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ പാടുന്ന ഒരു പാട്ടാണ്. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം എന്നുള്ള പാട്ട് പാടാത്ത ഏത് ക്രൈസ്തവനാണുള്ളതല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ സംഗീത ജീവിതത്തിൻ്റെയും. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇത്രത്തോളം കൊണ്ടുവന്നത് കർത്താവാണെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ആ വരികൾ വളരെ മനോഹരമായിട്ടുള്ള വരികളാണ്. ഇതേപോലെ തന്നെ നമ്മുടെ സിയോൻ യാത്രക്കാരെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള പാട്ടും നമുക്ക് വളരെ ആത്മവിശ്വാസം തരുന്ന പാട്ടുകളാണ്. ഈ പാട്ടുകൾക്കൊന്നും ഒരിക്കലും മരണമില്ലാത്ത പാട്ടുകളുടെ ഗണത്തിൽ പെടുത്താവുന്ന പാട്ടാണ് അദ്ദേഹത്തിൻ്റെ. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ വിൽസൺ ചേതനാടിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമകാലീനർ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ എന്ന് വിശേഷിപ്പിക്കാവുന്ന 2 സംഗീതജ്ഞരാണ്. 2-3 പേരുണ്ട്. അതിലൊന്ന് ഭക്തവത്സലൻ സാറാണ്. ഈ കഴിഞ്ഞ ഇടയിൽ നിത്യത്തിൽ ചേർക്കപ്പെട്ട ഭക്തൻ സാറ്, അതുപോലെ തന്നെ JV പീറ്റർ, രാജു മാവേലിക്കര, ഇവരെയൊക്കെ ഈ ഗണത്തിൽ തന്നെ ഉൾപ്പെടുത്താവുന്ന ആളാണ്. അതിൽ
അഗ്രഗണ്യന സ്ഥാനത്ത് നിൽക്കുന്ന ആൾ തന്നെയാണ് പ്രിയപ്പെട്ട വിൽസൺ സാർ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഗാനം തന്നെയാണ് അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ. ഈ പാട്ടും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പാട്ടുകളാണ്. ഇതൊരു വളരെ കുറച്ച് ഒരു ഷോർട്ട് വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നത് ഉൾക്കാഴ്ചയുടെ അടുത്ത പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തെ കൂടെ കൂട്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ ഒരു സെക്ഷൻ കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത്രമേൽ സ്നേഹിക്കപ്പെടുന്ന, ഇത്രമേൽ ആദരിക്കപ്പെടുന്ന ഒരു സംഗീതജ്ഞൻ നമുക്കുണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. ഉൾക്കാഴ്ച നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ വീണ്ടും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. വിൽസൺ ചേതനാട് സാറിന് എല്ലാവിധ നന്മകളും ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കൂടെ അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് തന്നെ ഏറ്റവും മനോഹരമായ ഒരു പാട്ടിൻ്റെ 2 വരികൾ പാടിക്കൊണ്ട് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാം സഹായിക്കുമാറാവട്ടെ. കൊടുങ്കാറ്റും തിരമാലയും പടകിലേറി അടിച്ചിടുമ്പോൾ, കൊടുങ്കാറ്റും തിരമാലയും പടകിലേറി അടിച്ചിടുമ്പോൾ, ക്രൂശെ നോക്കി യാത്ര ചെയ്യും ശാശ്വത വീട്ടിലെത്തുവോളം. ക്രൂശെ നോക്കി യാത്ര ചെയ്യും ശാശ്വത വീട്ടിലെത്തുവോളം. ശാന്ത തുറമുഖമടുത്തു എൻ്റെ കാന്തനോടേറ്റമടുത്തു. അധികമില്ല അധികമില്ല യാത്രയധികമില്ല. ശാന്ത തുറമുഖമടുത്തു എൻ്റെ കാന്തനോടേറ്റമടുത്തു. ശാന്ത തുറമുഖമടുത്തു എൻ്റെ കാന്തനോടേറ്റമടുത്തു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാം സഹായിക്കുമാറാവട്ടെ.